എന്താണ് ലോഡ് ബാലൻസർ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോഡ് ബാലൻസർ ഡിവൈസ് എന്ന് പറഞ്ഞത്. ഈ കാണുന്ന ഒരു ലോഡ് ബാലൻസർ ഡിവൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ അതൊരു വാൻ പോർട്ട് ഉണ്ട്, പിന്നെ 2 വാൻ ലാൻ പോർട്ടുകളുണ്ട്, പിന്നെ ലാൻ പോർട്ടുകളുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടി പി ലിങ്കിൻ്റെ ഒമയുടെ ടി പി ലിങ്കിൻ്റെ ഒരു ലോഡ് ബാലൻസറാണ്. ഇതിൻ്റെ മോഡൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ടാവും. മോഡൽ നമ്പർ വന്നിട്ട് ER605 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തേക്കാന്ന് നോക്കി. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസിൽ 2 മോഡമുണ്ട്. അതായത് 2 കണക്ഷൻ ഉണ്ട്. 2 ISP ഉണ്ടെന്ന് വിചാരിക്കുക. ISP 2 ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് BSNലും ഒന്ന് കേരള വിഷനും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്കാണുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു ഒന്നിലധികം കണക്ഷൻസ് നമുക്ക് വേണം. കാരണം ഒന്ന് ഡൗൺ ആയാലും അടുത്തത് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലോഡ് ബാലൻസർ ഡിവൈസ് അല്ലെങ്കിൽ VPN റൗട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ലോഡ് ബാലൻസർ ഡിവൈസ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് BSNL മോഡം നിന്ന് നേരെ ഒരു കണക്ഷൻ നമ്മുടെ ഇതിൻ്റെ ആ ഒരു വാൻ പോർട്ടിലൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ 2 കേരള വിഷനെ നമ്മൾ അതിൻ്റെ ഒരു വാൻ ലാൻ പോർട്ടിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇതും ഇൻപുട്ടായിട്ട് തന്നെ കോൺഫിഗറേഷൻ ചെയ്യും. അതായത് വാനായിട്ട് തന്നെ കോൺഫിഗറേഷൻ ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് വാനും ഇത് ലാൻ വാൻ, ഈ 2 പോർട്ടുകളും ലാൻ വാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഈ 2 പോർട്ടുകളെ നിങ്ങൾക്ക് വാനായിട്ടും ലാനായിട്ടും മാറ്റാം. കോൺഫിഗറേഷൻ, അതായത് ഈ ലോഡ് ബാലൻസറിൻ്റെ കോൺഫിഗറേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ 2 പോർട്ടുകളെ ലാൻ അല്ലെങ്കിൽ വാൻ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് മാറ്റാം. എന്നാൽ ഇത് വാൻ തന്നെയാണ്, ഇതിന് മാറ്റാൻ പറ്റില്ല. ഇത് വാൻ പോർട്ട് തന്നെയാണത്. അപ്പോൾ ഇതിന് ലാൻ അല്ലെങ്കിൽ വാൻ പോർട്ടായിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2ാമത്തെ കണക്ഷനായിട്ടുള്ള കേരള വിഷൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മളിതിനെ വാനായിട്ട് കോൺഫിഗറേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്നതെല്ലാം അപ്പോൾ ലാനായി. ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മൾ ഈ ഒരു ലാൻ പോർട്ടിൽ നിന്ന് നേരെ എടുത്ത് നമ്മളിവിടെ സ്വിച്ച് കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് നേരെ നമ്മൾ ഈ കമ്പ്യൂട്ടറിലോട്ടൊക്കെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. നോക്കിയാൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലോട്ടൊക്കെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് BSNLൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSNL കട്ടായെന്ന് വിചാരിക്കുക. BSNLൻ്റെ കണക്ഷൻ കട്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കേരള വിഷൻ്റെ കണക്ഷനിൽ ഇവിടെ നെറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു എൻഡിൽ നെറ്റ് കട്ടായില്ല, കാരണം ഇത് ബാലൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ BSNL കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേരള വിഷനിൽ നിന്ന് കണക്ഷൻ വരും. കേരള വിഷൻ കട്ടാവുകയാണെങ്കിൽ BSNLിൽ നിന്ന് കണക്ഷൻ വരും. അപ്പോൾ ഇത് പ്രയോറിറ്റി ബേസിൽ നമുക്കിത് കോൺഫിഗറേഷൻ ചെയ്യാം. അതായത് സ്പീഡിൻ്റെ പ്രയോറിറ്റി ബേസിൽ കോൺഫിഗറേഷൻ ചെയ്യാം, ലേറ്റൻസിയുടെ പ്രയോറിറ്റി ബേസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രൈമറി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു BSNL ആണ് പ്രൈമറി നമ്മൾ കൊടുത്തേക്കണമെങ്കിൽ ആ ഒരു BSNL ആയിരിക്കും ആദ്യം കിട്ടുന്നത്. BSNL കട്ടായാൽ മാത്രമാണ് ഈ ഒരു കേരള വിഷനിലോട്ട് മാറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിനകത്തെ ലോഡ് ബാലൻസറിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ 2 സ്പീഡ്, അതായത് ഇപ്പോൾ ഇതൊരു 10 MBPS ഇതൊരു 10 MBPS ആണെങ്കിൽ 2 കൂടി കൂട്ടിയിട്ട് നമുക്ക് 20 MBPS ഇവിടുന്ന് കിട്ടുമെന്ന്. അങ്ങനെയൊന്നും കിട്ടില്ല. ഏതാണോ കണക്ടിവിറ്റി, ഏത് ISP ആണോ ലൈവ് ആയിട്ടുള്ളത് ആ ഒരു സ്പീഡേ കിട്ടുള്ളൂ. അതായത് ഈ ഒരു BSNL മോഡത്തിന് 100 MBPS ആണ് സ്പീഡെങ്കിൽ ഈ കിട്ടുന്ന ഡിവൈസുകൾക്കെല്ലാം 100 MBPS കിട്ടും. കാരണം നമ്മൾ പ്രൈമറി ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്തിരിക്കുന്നത് BSNL ആണ്. ഇനി അതല്ല, ഇപ്പോൾ കട്ടായി കഴിഞ്ഞിട്ട് നേരെ കേരള വിഷനിലോട്ട് വരികയാണ്. കേരള വിഷനിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു 10 MBPS സ്പീഡ് ഈ ഡിവൈസിന് കിട്ടുള്ളൂ. കാരണം അതിൻ്റെ സ്പീഡ് 10 MBPS ആണ് കിട്ടുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഒരിക്കലും ഈ ഒരു 2 കണക്ഷൻ ഉണ്ടെന്ന് സ്പീഡ് മൾട്ടിപ്പിൾ ആവില്ല. നമ്മൾ 2 കണക്ഷൻ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്തോട്ട് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവൈസാണ് ഈ ലോഡ് ബാലൻസർ ഡിവൈസ് എന്ന് പറയുന്നത്. മാനേജബിൾ സ്വിച്ചിലൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ലോഡ് ബാലൻസിങ് ഫങ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നോർമലി നമുക്ക് ആ ഒരു മാനേജബിൾ സ്വിച്ചസ് അത്രയും കൂടിയ ഓഫീസുകളിൽ അല്ലെങ്കിൽ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുള്ളിടത്ത് മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ. നോർമൽ ഗതിയിലൊക്കെ നമ്മൾ നോർമൽ സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്തിരി കൂടി നമുക്ക് ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തുള്ള VPN റൗട്ടറിൽ ലോഡ് ബാലൻസിങ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. ഇതൊരു VPN റൗട്ടർ കൂടിയാണ്. അപ്പോൾ ഈ ലോഡ് ബാലൻസർ റൗട്ടർ ലോഡ് ബാലൻസർ ഡിവൈസിന് ഈ ഒരു ലോഡ് ബാലൻസിങ്ങിന് പുറമെ VPN ഫംഗ്ഷൻ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലോഡ് ബാലൻസിങ് ഡിവൈസിൻ്റെ പ്രധാന ഫംഗ്ഷൻ ഇതാണ്. അതായത് ഒന്ന് കട്ടാകുമ്പോൾ അടുത്തതിലോട്ട് അടുത്തതിലോട്ട് കണക്ഷൻ മാറ്റുകയും എൻഡ് ഡിവൈസുകൾക്ക് കണക്ഷൻ കട്ടാവാതെ തന്നെ ആ ഇൻ്റർനെറ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ലോഡ് ബാലൻസ് ഡിവൈസ്. ഇതിൻ്റെ ഫുൾ കോൺഫിഗറേഷനൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കണ്ട് മനസ്സിലാക്കുക. കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ചാനലിലുണ്ട്. നമ്മൾ ഇനിയും വീഡിയോസുകളൊക്കെ ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള കോൺഫിഗറേഷൻ വീഡിയോകൾ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസിൽ തന്നെ ചെയ്യും.